രാജേഷ് കൃഷ്ണ കേരളത്തിലെ പാർട്ടി മെമ്പറല്ല. രാജേഷ് കൃഷ്ണ ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ഇംഗ്ലണ്ടിലാണ്. അവിടെ ഒരു സംവിധാനമുണ്ട്, പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അതിലംഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പരാതി വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആരുടെയും പേരിൽ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതല്ല. ആവശ്യമായ സമീപനം പാർട്ടി എടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. യുക്തിയോ? അല്ല, ഇംഗ്ലണ്ടിലെ കേക്ക് ഇത് ബാധ്യതയാണോ? പിന്നെന്താ സംശയം? പരാതി വന്നാൽ ഉടനെ നടപടി വരുന്നതാണോ അതിന്റെ അർത്ഥം? പിന്നെന്താ? ആരന്വേഷിക്കുന്നു? ആരന്വേഷിക്കുന്നു? അല്ല, പാർട്ടി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ലല്ലോ അന്വേഷിക്കേണ്ടത്, അത് കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ. അത് ഇവിടെയല്ല ഘടകം, ഇവിടെ ഘടകമില്ല. യഥാർത്ഥത്തിൽ നേരെ സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു സംഘടനാ സംവിധാനം മാത്രമാണ് ഇംഗ്ലണ്ടിലുള്ളത്. ഒരു അസംബന്ധം പറയുന്ന ഏതെങ്കിലും കത്തിന്റെ മേലെ ഇടപെടേണ്ട ഒരു കാര്യവും പാർട്ടിക്കില്ല. എല്ലാം അങ്ങനെയാണ്. സംസ്ഥാന സെക്രട്ടറി അംഗമായ സജി ചെറിയാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ കുഴപ്പക്കാരനായിട്ട് ഞങ്ങളെടുത്ത് പുറത്തു കളഞ്ഞു. ഈ ശിവൻകുട്ടി പറഞ്ഞു അയാൾ തെറ്റുകാരനായാണ് ഞങ്ങൾ. അങ്ങനെ ഒരു അഭിപ്രായം പാർട്ടി കേരള ഘടകത്തിലുണ്ട്. പാർട്ടി കേരള ഘടകത്തിൽ ഇതിൽ യാതൊരു പങ്കും വഹിക്കാനില്ല. നിങ്ങൾ വെറുതെ ആവശ്യമില്ല ചോദ്യം ചോദിച്ചിട്ടുള്ള കാര്യം. അതായത് അതങ്ങനെ ചോദിക്കുന്നത് അതായത് പോളിറ്റ് ബ്യൂറോ അംഗമായ ഞാൻ പറയേണ്ട ഉത്തരം എന്ന് പറഞ്ഞിട്ട് പറയാം. അത് പറയും. എന്താ ചോദിച്ചത്? രാജേഷ് കൃഷ്ണക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന് പാർട്ടി തീരുമാനിച്ച് നിലപാട് സ്വീകരിക്കും. ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴാകെ സ്വീകരിച്ചത് അദ്ദേഹത്തെ പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധിയാക്കാതിരുന്നു എന്ന് മാത്രമാണ്. എന്ത് സംരക്ഷണത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു പാർട്ടി മെമ്പർക്ക് എന്ത് സംരക്ഷണ പറയാൻ? എന്ത് സർക്കാരിന്റെ ഇടപെടക്കാരൻ? അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. അസംബന്ധം പറഞ്ഞിട്ട് വെറുതെ അതിന്റെ മേലെ വേറെ വർത്താനം പറയണ്ട. ഒരു മസാല ബോണ്ട്, എന്ത് മസാല ബോണ്ട്? മസാല ബോണ്ടിന്റെ എല്ലാം കാര്യത്തിൽ എന്താണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം? അതൊക്കെ ഓരോരുത്തരും അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ടതില്ല, പാർട്ടി മറുപടി പറയേണ്ടതില്ല, പോളിറ്റ് ബ്യൂറോവും മറുപടി പറയേണ്ടതില്ല. ഓരോരാളും പറഞ്ഞിട്ടുണ്ട്. രണ്ടിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഐസക്കും പറഞ്ഞിട്ടുണ്ട്, മേഴ്സിക്കുട്ടി അമ്മയും പറഞ്ഞിട്ടുണ്ട്. അതാണ് സത്യം. പരിശോധിച്ച് വരികയാണ്. വേണമെങ്കിൽ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അത്രയേ ഉള്ളൂ. ഇപ്പം തീരുമാനിച്ചിരുന്നില്ല. ആരോപണങ്ങൾക്ക് വരുന്നതിനനുസരിച്ച് അതിന്റെ പിന്നിൽ തന്നെ പോകാനാണ് നമ്മളെ പണി. നിങ്ങൾ എന്തെല്ലാം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്? ആരെങ്കിലും അതിന്റെ പിന്നിൽ വന്നോ? ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഈ വരുന്ന 2026 മെയ് വരെ ഓരോ ദിവസവും ഈ മാധ്യമ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പാർട്ടിക്കെതിരായിട്ട്, ഗവൺമെന്റിനെതിരായിട്ട്, ഞങ്ങൾക്കെല്ലാം എതിരായി അതിശക്തിയായ കടന്നാക്രമണത്തിന്റെ ഭാഗമായിട്ട് അപവാദങ്ങളും കള്ളപ്രചരണങ്ങളും നടക്കും എന്ന് ഞാൻ നിങ്ങളോട് തന്നെ മുമ്പേ പറഞ്ഞതാണല്ലോ. അത് കാണുന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതിന്റെ അനുഭവമൊന്നുമില്ല. ധാർമ്മികതയാണിത്. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ധാർമ്മികത. നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുള്ളത്? നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണോ കാര്യം നിലപാട് സ്വീകരിക്കുന്നത്? ഒരു കാര്യം അന്വേഷിക്കാതെ തോന്നിയ പോലെ എന്തും കൊടുത്ത് എന്നിട്ട് വഷളായി 24 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നല്ലോ നിങ്ങൾക്ക്. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയാ? എന്നാല് അതന്നെ വക്കീലിനോട് സാധിച്ചു. അതല്ലേ നിയമപരമായിട്ടുള്ള നിലപാട്. അത് ഞങ്ങൾ അയച്ചു. നിയമപരമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ ആരോപണം, പിന്നെ ആരോപണം ഉന്നയിച്ചത്? നിങ്ങൾ മാധ്യമ സിൻഡിക്കേറ്റ് പോലെ പ്രവർത്തിച്ചില്ലേ കുറെ ആള്? എല്ലാം ഞാൻ പറയുന്നില്ല, കുറെ ആൾ അങ്ങനെ പ്രവർത്തിച്ചല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ, CPIM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും തകർക്കാൻ, ഗവൺമെന്റിനെയും തകർക്കാൻ നിങ്ങൾ ഇപ്പോ തുടങ്ങിയ ഇതൊന്നും മതിയാവില്ല. അത് ഞാൻ ഉറപ്പായിട്ട് തന്നെ പറയാം. അതെ, പാർട്ടിക്ക് അതിനകത്ത് ഒരു പ്രശ്നമില്ല. രണ്ട് വ്യവസായികളോ അല്ലെങ്കിൽ 2 സമ്പന്നന്മാരോ അല്ലെങ്കിൽ 2 വിദേശികളോ ആരായും കുഴപ്പമില്ല, എന്ത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള ആളുകൾ തമ്മിലുള്ള പ്രശ്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് അതിൻ്റെ അകത്ത് വലിച്ചഴച്ച് കൊണ്ടുപോകേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചവർക്ക് കൃത്യമായിട്ട് തെറ്റി എന്ന് അവർക്ക് തന്നെ പറയേണ്ടി വന്നു.
ഏഷ്യാനെറ്റാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ന് ഇവിടെ ഉണ്ടോ ഇല്ലെന്നുണ്ട്, ഏഷ്യാനെറ്റാണല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കക്ഷി. അവരെന്താ അവസാനം പറഞ്ഞത്? അവർക്ക് തന്നെ പറയേണ്ടി വന്നു, അവർ പറഞ്ഞത് തെറ്റായിരുന്നു, വിഴുങ്ങി. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യത്തിന്റെ പ്രസക്തി അതാങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്കും ഗവൺമെന്റിനെതിരായിട്ട് വരുന്ന കടന്നാക്രമത്തിന്റെ ഭാഗമായിട്ട് അസഭ്യം മാത്രമാണിത്, ശുദ്ധ അസംബന്ധമാണിത്. ഈ പ്രചരണം, ഈ കാര്യം മുഴുവൻ അസംബന്ധപരമായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതാണ് പാർട്ടി കൃത്യമായിട്ട് വിശകലനം ചെയ്തത്. അന്ന് തന്നെ പറഞ്ഞതാണത്, ഇന്നും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. തെറ്റായ നടപടി സ്വീകരിച്ചിട്ടുള്ള വ്യക്തിക്കെതിരായിട്ട് ഞങ്ങൾ നിയമപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 22, അത് 32 പേരുണ്ടെന്നാണ് പറഞ്ഞു. എല്ലാ അസംബന്ധം, ഒന്നൊഴിയാതെ എല്ലാ അസംബന്ധമാണ്. പിന്നെന്താ, പിന്നെ എന്നാ കഴമ്പുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ മാത്രം പോലെ അതിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമാണ്? ഒരൊറ്റ ഒന്നിലും കഴമ്പില്ല. അതെ, ഏത് അക്കൗണ്ട് ആർക്ക് കൊടുത്തിരിക്കുന്ന, ആർക്ക് കൊടുത്തതിൻ്റെയും കൃത്യമായി വരട്ടെ. ഞങ്ങൾക്ക് എന്തായാലും മറച്ചു വെക്കാനുള്ളത്, ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും മറച്ചു വെക്കാനില്ല. മറച്ചു വെക്കേണ്ടവർക്കാണല്ലോ പ്രശ്നം, മറച്ചു വെക്കേണ്ടവർക്കാണല്ലോ പ്രശ്നമുള്ളത്. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. എല്ലാം കൃത്യമായിട്ട് വന്ന് എല്ലാം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും. ഒരു കുഴപ്പമില്ല. പാർട്ടിയുമായിട്ട് ഇതിനകത്ത് യാതൊരു ബന്ധമില്ല. നിങ്ങൾ ചോദിച്ചോ. ആര്? അത് വാർത്തയായിട്ടൊന്നല്ലേ? ഇല്ല, ഒരു കുഴപ്പം ഞങ്ങൾക്കില്ല, ഒരു കുഴപ്പമില്ല. അതിന് മുമ്പുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിച്ച പോലെ കാര്യം നീങ്ങിയില്ല, അതുകൊണ്ടല്ലേ ദേഷ്യം? പിന്നെന്താ ദേഷ്യയിലാണ് പറഞ്ഞ. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഈ കാര്യം കത്തി പടരുമെന്നാണല്ലോ നിങ്ങൾ ധരിച്ചിരുന്നത്. ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയും ഇതാണ് കൊണ്ടുപോയി നടക്കാന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. നടക്കൂലെന്ന് 24 മണിക്കൂർ കൊണ്ട് തീർന്നപ്പോൾ അതിന്റെ ഒരു ദുഃഖത്തിലും വല്ലാതൊരു വേഷം നിങ്ങളെ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു, അസംബന്ധം പോരെ. ശരി. പാർട്ടിയിൽ ഉയർന്ന കത്ത് വിവാദത്തിന് ശേഷം ഇതാദ്യമായാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടത്. അസംബന്ധം എന്ന നേരത്തെ പറഞ്ഞ പ്രതികരണത്തിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. രാജേഷ് കൃഷ്ണ കേരളത്തിലെ പാർട്ടി മെമ്പറല്ല, UK പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ്. പരാതി വന്നു എന്ന് ഒറ്റ കാരണത്താൽ നടപടിയെടുക്കുക എന്നതല്ല പാർട്ടിയുടെ രീതി എന്ന് അദ്ദേഹം പറയുന്നു. നിലവിൽ രാജേഷ് കൃഷ്ണക്കെതിരെ ഒരു നിലപാടും പാർട്ടി സ്വീകരിച്ചിട്ടില്ല. എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കും. ആരോപണങ്ങളുടെ പിറകിൽ പോകലല്ല CPMന്റെ പണി എന്നും MV ഗോവിന്ദൻ പറയുന്നു. അസംബന്ധം മാത്രമാണ് ഈ പരാതിയും കത്തുമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു MV ഗോവിന്ദൻ.